ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന നാടൻ സ്റ്റൈലിലുള്ള ഒരു പോർക്ക് കറിയും കപ്പയുമാണ്. അപ്പം ഇറച്ചി ഞുറുക്കുന്ന രീതിയുടെ കാര്യം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെ ചിരട്ടയുടെ മുകളിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇറച്ചി ഞുറുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അമ്മച്ചി വേറൊരു സ്റ്റൈൽ പിടിച്ചിരിക്കുകയാണ്. കാലയിൽ കത്തി സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇറച്ചി ഞുറുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മളൊക്കെ കട്ടിംഗ് ബോർഡിലാണ് ഇറച്ചി ഞുറുക്കുന്നത് അല്ലേ? പക്ഷേ പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ഇറച്ചി ഞുറുക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലമില്ലേ, അടുക്കളയുടെ പുറകിൽ ഇങ്ങനെ ഇറച്ചിയൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി ഒരു പൈപ്പും ഒരു പാതകമൊക്കെ വെച്ചിട്ട്, അപ്പോൾ അവിടെയാണ് ഇറച്ചിയെല്ലാം കഴുകിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അമ്മച്ചി ഈ ഒരു സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരിയും എരിവുള്ള മുളകും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചതാണേ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ചേർത്തിരിക്കുന്ന മല്ലിപ്പൊടിയൊക്കെ വീട്ടിൽ അമ്മച്ചി തന്നെ പൊടിച്ചെടുത്തതാണേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക രീതിയിലുള്ളൊരു രുചി ഈ കറിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈ എടുക്കാതെ സ്പൂൺ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, സ്പൂൺ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ഒരു സവോളയും ഒരു പിടി ഉള്ളിയും ഒരു തുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം സവോള ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ സവോള ചേർത്താൽ മതി. ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി ഉള്ളി എടുത്താൽ മതി. പിന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മച്ചി ഒന്ന് അമ്മിക്കല്ലേ വെച്ച് ചതച്ചെടുക്കുന്നുണ്ടേ. കാരണം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ആ നാടൻ സ്റ്റൈലിലുള്ള കറിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പന്നിയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും സവോള എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പൊടിയൊക്കെ ഇല്ലേ, മസാലപ്പൊടിയൊക്കെ, അതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അതൊന്ന് അതിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളിത് പുറത്ത് തന്നെ വെച്ചാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പുറത്ത് തീ കത്തിച്ച് അടുപ്പിൽ തന്നെയാണ് ഇത് വെച്ച് വേവിക്കുന്നത്. അപ്പം നമ്മളുടെ തെങ്ങിൻ്റെ മടലൊക്കെ വെച്ചിട്ട് കത്തിച്ചെടുക്കുകയാണ്. തീ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇറച്ചിയും കൊണ്ട് വെച്ചു. നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് തിളച്ചായിരുന്നു. അപ്പോൾ നല്ല പുകയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് വെക്കണമെന്നൊക്കെയാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ നാട്ടിൽ ഉള്ളവരൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും, അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുതേ. ഇപ്പോൾ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ പ്രത്യേക സീക്രട്ട്. അതായത് എന്നോട് ചോദിച്ചു, അമ്മച്ചി കപ്പ വേണോ, നിനക്ക് കപ്പ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി കപ്പയൊക്കെ വേവിച്ച് വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കപ്പ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇതുപോലെ ഈ ഒരു ചാറിനുള്ളിലേക്ക് ഇതുപോലെ അമ്മച്ചി കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പം കപ്പ ചെണ്ടം പുഴുങ്ങാൻ മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് അതിലെ ആ ചാറിനുള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറക്കി അതിനകത്തേക്ക് വെച്ചു. എന്നിട്ട് ഇറച്ചിയും ചാറും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു. പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ കപ്പ റെഡിയായി കേട്ടോ. കപ്പ ആ പന്നിയുടെ നെയ്യൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. ഞാൻ എത്രയോ വർഷം കൂടിയാണ് ഇതുപോലെ ഒരു സാധനം കഴിക്കുന്നത്. അപ്പം ഞാനും അമ്മച്ചിയും കൂടെ അത് കഴിക്കാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ കൊതി മൂത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയതാണ് കേട്ടോ. എൻ്റെ ചങ്ക് വരെ പൊള്ളിപ്പോയി, അതുപോലെ ചൂടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടിനായിട്ട് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.